മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുക. ഞാൻ തനിച്ചേ ഉള്ളൂ, എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്ന നൂറ് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനായി ഒരാൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ അനാഥനല്ല, ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ്. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോടുകൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഇവിടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ഈ വാക്യം തരുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൂടെ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുന്നത്? ഒരുപക്ഷെ ഒറ്റപ്പെടലിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിരാശയുടെ അടിത്തട്ടിൽ പോയി പരാജയമെന്ന പടുകുഴിയിൽ വീണ് ഇനിയും കരകയറുവാൻ എനിക്ക് കഴിയത്തില്ലെന്നൊരു ചിന്തയുമായിട്ടാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുക, ഏത് അഗാധ കുഴിയിൽ നീ വീണുപോയാലും അതിനകത്തുനിന്ന് നിന്നെ കൈപിടിച്ചുയർത്തുവാൻ കഴിയുന്ന ഒരു ജീവനുള്ള ക്രിസ്തുവിനെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. ആ ദൈവം വേദപുസ്തകത്തിൽ തരുന്ന ഉറപ്പ് ഞാൻ പറയാം, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. മുമ്പിൽ തടസ്സങ്ങളാണോ നിന്റെ ലൈഫിനെ ഒരിടത്ത് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത്? എത്ര നാൾ കൊണ്ടൊരു മൂവ്മെന്റ്സ് കൊതിക്കുന്നു, ഒരു മുന്നേറ്റം കൊതിക്കുന്നു, അത് ഇല്ലാതെ ലൈഫ് പരാജയപ്പെട്ടെങ്കിൽ ദൈവം വചനത്തിലൂടെ പറയുക, ഞാൻ നിനക്ക് മുൻപിൽ നടക്കുന്നു. യെശയ്യാ 45, ഞാൻ നിനക്ക് മുമ്പിൽ പോയി ദുർഘടങ്ങളെ വെട്ടിമാറ്റി താമ്രവാതിലുകളെ തുറന്ന് ഇരുമ്പോടാവുകളുടെ കണ്ണിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുന്നത് പോലെ ദൈവം നിനക്ക് മുമ്പായി യാത്ര ചെയ്യുക. നമുക്ക് വിശ്വാസത്തോടെ പറയാം, നമുക്ക് മുമ്പിൽ ദൈവമുണ്ട്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം കൈവിട്ടാലും യേശു നിന്നെ കൈവിടുകയില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. അവൻ നിനക്ക് മുമ്പിൽ ചെല്ലും, തടസ്സങ്ങളെ വെട്ടിമാറ്റും. നിന്റെ ലൈഫ് എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വഴിയൊരുക്കാൻ പോവുക. നമുക്കൊന്നിച്ച് വിശ്വസിച്ച് ആ ദൈവത്തോട് ഈ വചനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരം ആ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ദൈവം തൊടണം, ദൈവം കൂടെ ഇരിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടുകയും നിറവിനാൽ നിറയ്ക്കപ്പെടുകയും അനുഗ്രഹത്താൽ അനുഗ്രഹമാക്കപ്പെടുകയും ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവം നിന്റെ കൂടെ ഉണ്ട്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം, നീ വിജയിക്കും. ഗോഡ് ബ്ലെസ് യു.